നമസ്കാരം, അലക്സാണ് പോർട്ടബിൾ 1 ടൺ AC കേട്ടിട്ടുണ്ടോ? ഇത് വളരെ സ്പെഷ്യലായ ഒരു സാധനമാണ്. ഇത് നമുക്ക് എവിടെ വേണേൽ ഉരുട്ടിക്കൊണ്ട് പോകാം. ഇതിൻ്റെ ഗുണങ്ങൾ ഇതിങ്ങനെ ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ കുറച്ച് ഡെറ്റോളും വെള്ളവും വെച്ചിട്ട് അതിനകത്ത് വേണമെങ്കിൽ സോപ്പും കൂടെ ഇടാം. അതുപോലെ ഇത് മൊത്തം ടൈഡി ആയിട്ട് ഈ കൊറോണ കാലം ആയതുകൊണ്ടാണ് നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതിന് പ്രത്യേകം ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലോങ് ലൈഫിന് വേണ്ടി എഫക്റ്റീവ് ആയിരിക്കും. അത് മാത്രമല്ല ഇത് നന്നായി കൂളിങ്ങും കിട്ടും. ഇതുപോലെ എല്ലാ സൈഡിലും നമ്മൾ കറക്റ്റായിട്ട് സോപ്പും ഇതുകൊണ്ട് എന്ത് ചെയ്യുക. ഇത് ഡ്രൈ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ സൈഡ് ഫെൻസ് മേളിലത്തെ ടച്ച് പോയിൻറ്റിൽ മാത്രം നമ്മൾ വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അത് ടച്ച് ബട്ടൺസ് ആണോ ഉള്ളത്. ഹാർഡ് ബട്ടൺസ് ആണെങ്കിൽ കുഴപ്പമില്ല, ബട്ട് ടച്ച് ബട്ടൺസ് ഉള്ളതുകൊണ്ട് ഇത് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ കാണിച്ചു പോയത് നമ്മൾ ടിഷ്യൂ കൊണ്ട് വേണം തുടയ്ക്കാൻ. കാരണം അത് ടിഷ്യൂ ഓർ കോട്ടൺ അല്ലെങ്കിൽ ഡ്രൈ ആയിരിക്കുന്നത് തുണി ഞാൻ സജസ്റ്റ് ചെയ്തതാണ്. വീണ്ടും ചെളി അതിന് മുകളിലോട്ട് കയറാം. ടിഷ്യൂ നമ്മൾ യൂസ് ആൻഡ് ത്രോ ആണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതുപോലെ ഔട്ട്ഫ്ലോ ഫിൽറ്റർ മേളിൽ 2 ഫിൽറ്റേഴ്സ്, ഔട്ട്ഫ്ലോയ്ക്കുള്ള കുഴൽ, പിന്നെ 2 ഡ്രെയിൻ പൈപ്പ്സ്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ഇത് ഞാനിപ്പോൾ ഇതുപോലെ സ്ക്രബ് ചെയ്യുന്ന പോലെ എല്ലാ സൈഡും ഇതുപോലെ ഈവൻലി നമ്മൾ ഇത് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ആയുസിന് മാത്രമല്ല കൂളിങ്ങിന് വേണ്ടിയും നന്നായിരിക്കും. അതുകൊണ്ട് വേണ്ടിയാണ് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത്. വളരെ എഫക്റ്റീവ് ആയിരിക്കും നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് തന്നെ വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ബ്രഷും കൊണ്ട് ഇതുപോലെ പൊടി തുടയ്ക്കുക. ആഴ്ചയിൽ 2 തവണ. ഇതാണ് 2 ഫിൽറ്റർ. ഞാൻ പറഞ്ഞ പോലെ 2+2 മെയിൻ്റെനൻസ് ആണ് ഞാനിപ്പം കാണിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പവർ കോഡ്. ശ്രദ്ധിച്ചാൽ കാണാൻ മനസ്സിലാവും. ഒരു 16 amps പ്ലഗ് പോയിൻ്റാണ്. ഇതുപോലെ നമുക്ക് ചുറ്റിയും വെക്കാം. ഇപ്പം കാണിച്ച പോലെ ഇതാണ് ഇതിൻ്റെ 2 ഡ്രെയിൻസ്. ഇത് ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ AC-യുടെ ഔട്ട് പൊതുവേ നമ്മൾ വലിയ AC നമ്മൾ വീട്ടിൽ വാൾ മൗണ്ടഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും വെള്ളം പുറത്തേക്ക് വരുന്നത്. അത് ഇതിൽ പുറത്തേക്ക് വരുന്ന രീതിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ കാണിച്ച പോലെ നേരത്തെ 16 amps പറഞ്ഞ പോലെ ഇതാണ് 16 amps പ്ലഗ് പോയിൻ്റ്. അപ്പം വലിയൊരു പ്ലഗ് പോയിൻ്റ് ഹീറ്ററിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പാണ് ഇത്. ഇത് ഞാൻ പറഞ്ഞ പോലെ 2 ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇത് നമ്മളിങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ ക്ലീൻ ചെയ്യുക. ഇപ്പോൾ ഇൻ കേസ് ഡേർട്ടോ പൊല്യൂഷനോ വളരെ കൂടുതലാണെങ്കിൽ 1 വീക്ക് കൂടുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് കണ്ടോ ഈ ബ്ലാക്ക് കളർ നെറ്റ് കണ്ടോ? ആ നെറ്റ് നമ്മൾ ഇതുപോലെ അഴിച്ചിട്ട് ഓരോ ക്ലിപ്പുണ്ട് അതിൻ്റെ അഴിച്ചിട്ട് ബ്രഷും കൊണ്ട് ഇത് ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് ക്ലീൻ ചെയ്തുകൊണ്ടാണ് അധികം പൊടിയില്ലാതെ, അല്ലെങ്കിൽ നന്നായി പൊടി കാണും. അപ്പോൾ അത് നമ്മൾ ബ്രഷും കൊണ്ട് ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല സോപ്പ് വെള്ളത്തിലും ഡെറ്റോളിലും മുക്കി വെക്കുക. എന്നിട്ട് ഇത് ഉണക്കാൻ വെക്കുക. അതുപോലെ ഇതിൻ്റെ ഔട്ടർ ഫെൻസ് ഈ പറയുന്ന എയർ വെൻറ്റിന് വേണ്ടി അതും അഴിച്ച് ക്ലീൻ ചെയ്യുക, വെള്ളത്തിൽ മുക്കി വെക്കുക. ഇതൊന്നും അഴുക്കാകുന്നില്ല. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹാർഡ് ബ്രഷും കൊണ്ടിരിക്കലും തേക്കാൻ നോക്കി. കാരണം ആ നെറ്റ് പോയി കഴിഞ്ഞ് പിന്നെ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ഭയങ്കര പാടാണ്. ഇതിനകത്ത് ഫിൻസ് ഉണ്ട്. ആ ഫിൻസിൽ ഒന്നും തുടരുത്. ഇതുപോലെ ഞാൻ ഇതിൻ്റെ അകത്തെ സൈഡും ക്ലീൻ ചെയ്ത് ഇതിൻ്റെ വേറൊരു ഫിൽറ്ററാണ്. ഇത് ആദ്യം ഡസ്റ്റ് വരാതെ ഞാനിപ്പോൾ അത് കാണിച്ചു തരാം ഇങ്ങനെ ക്ലീൻ ചെയ്യും. ഇപ്പം ബ്രഷും കൊണ്ട് ഇതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ലിക്വിഡിനകത്ത് മുക്കി വെക്കുക. ബക്കറ്റിനകത്ത് വെക്കുകയാണെങ്കിൽ ബക്കറ്റിനകത്ത്. അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇത് ഞാൻ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനിപ്പം ഇത് ജസ്റ്റ് നിങ്ങൾ കാണിക്കാനായിട്ടാണ് കാണിക്കുന്നത്. അല്ലാതെ ഞാനിത് അതുകൊണ്ടാണ് അധികം ചെളിയില്ലാത്തത്. വളരെ എഫക്റ്റീവ് ആയിരിക്കും. നമുക്ക് കൂളിംഗ് എപ്പോഴും ഇൻഷുർ ചെയ്യാൻ പറ്റും. പല വീട്ടിലും ഞാൻ കേട്ടിട്ടുള്ള പരാതി എന്ന് പറഞ്ഞാൽ കറണ്ട് ഇപ്പം ആദ്യം തണുപ്പില്ല, മേടിച്ച സമയത്ത് ഭയങ്കര ഇതായിരുന്നു. ഇപ്പം ഇതുപോലെ ഞാൻ കാണിക്കുന്ന പോലെ നമ്മളിത് ഇടയ്ക്ക് വെച്ച് ചെയ്യണം. നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതുള്ളൂ. എന്നാൽ വേറെ ഒരാളിനെ നമുക്ക് ആശ്രയിക്കേണ്ട ആവശ്യമില്ല. വൺസ് മേളിലത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴത്തെ ഫിൽറ്റർ ഇത് അഴിക്കണം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ സൈഡിലത്തെ മറ്റേ കാലുകൾ കാണുന്നില്ലേ, അവിടെ ചെളി ചിലപ്പം കാണാൻ സാധ്യത. അപ്പോൾ അത് ക്ലീൻ ചെയ്യും. ഒരു കാരണവശാലും നമ്മൾ ഫെൻസ് തൊടാൻ പാടില്ല. ഞാൻ പറഞ്ഞ പോലെ അത് വളഞ്ഞു കഴിഞ്ഞാൽ കാറ്റിൻ്റെ ദിശ തന്നെ മാറിപ്പോകും. ഓർക്കാൻ പറ്റും, പക്ഷേ ദാറ്റ് വുഡ് റിക്വയർ സ്കിൽഡ് ലേബർ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ചെയ്യാം. നമ്മൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. ആഴ്ച വരിക 2 ആഴ്ച കൂടുമ്പോൾ, ചിലപ്പോൾ അധികം യൂസ് ചെയ്യാത്ത AC ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ 3 ആഴ്ച 4 ആഴ്ച കൂടുമ്പോൾ ചെയ്യും. പക്ഷെ നിർബന്ധമായിട്ട് നമ്മൾ ഫിൽറ്റേഴ്സ് ക്ലീൻ ചെയ്യും. കാരണം ഈ എയറാണ് നമ്മളകത്തേക്ക് ശ്വസിക്കുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ എൻഷുർ ചെയ്യുന്നത് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുറേ നാൾ നിൽക്കും. പലരുടെയും പരാതി എന്ന് പറയുന്നത് AC മേടിച്ചു, അല്ലെങ്കിൽ പോർട്ടബിൾ AC മേടിച്ചു, ഇത് വലിയ പ്രയോജനമൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇതിന് വലിയ തണുപ്പൊന്നും കിട്ടുന്നില്ലല്ലോ, കുറേ നാൾ കഴിയുമ്പോൾ ഇത് വർക്കാകാതിരിക്കുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞ ടെക്നോളജി തന്നെ ടിഷ്യൂ ഓർ കോട്ടൺ വെച്ച് നമ്മളിത് അബ്സോർബ് ചെയ്തെടുക്കുകയാണെങ്കിൽ അധികം ചെളി അതേ പറ്റി പിടിക്കത്തില്ല. അത് നോക്കി നമ്മൾ ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. വളരെ പതുക്കെ മാത്രമേ ക്ലീൻ ചെയ്യാവൂ. ധൃതിക്ക് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. വൺസ് നമുക്കിതൊരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ധൃതിക്ക് വെച്ചാലും കുഴപ്പമില്ല. ബട്ട് അതുവരെയെങ്കിലും പതുക്കെ ചെയ്യാവൂ. കാരണം ഇതെല്ലാം ഇലക്ട്രോണിക് സാധനങ്ങളാണ്, ആസ് യു നോ. അപ്പം വെറുതെ ഒന്ന് ഡാമേജ് ചെയ്തിട്ട്
അവസാനം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇതിന് ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കിത് ഉരുട്ടാം, ഇതുപോലെ നമുക്ക് ഉരുട്ടാൻ പറ്റും. ഇനി ഞാൻ താഴത്തെ ഫിൽറ്ററാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഈ എല്ലാ പോർട്ടബിൾ എ സിക്കും 2 ഫിൽറ്റേഴ്സ് ഉണ്ട്, മുകളിലും താഴെയും. ഇത് രണ്ടും നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഏറ്റവും എഫക്റ്റ്. അതാണ് 2+2 മെയിൻ്റെനൻസ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇതുപോലെ ഈ ഫിൽറ്റർ സൈഡിൽ കൂടെ നമുക്ക് അഴിക്കാം. ഈ ഫിൽറ്ററിൻ്റെ ലൊക്കേഷൻസ് മാത്രമേ പല എ സിക്കും വ്യത്യാസം വരും, പക്ഷേ ബേസിക്കലി ഓവറോൾ കൺസ്ട്രക്ഷൻ എല്ലാത്തിനും സെയിം ആണെന്നാണ് എൻ്റെ ധാരണ. ഇതുപോലെ സൈഡ് ഫിൽറ്റർ ഞാൻ ഇതുപോലെ അഴിക്കുന്നു. നേരത്തെ ഞാൻ കാണിച്ച പോലെ ഇതുപോലെ വെള്ളത്തിനകത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നു. ക്ലീൻ ചെയ്തിട്ട് ഇപ്പം ഡസ്റ്റ് അധികം ഇല്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ക്ലീൻ ചെയ്തതായതുകൊണ്ടാണ് ഇതിന് അധികം ഡസ്റ്റ് ഇല്ലാതെ. അല്ലെങ്കിൽ നോർമലി നല്ല ഡസ്റ്റ് ആയിരിക്കും, നല്ല കട്ടോടെ അടിക്കുന്ന ഡസ്റ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മേടിച്ച പിന്നെ തൊട്ടിട്ട് തന്നെ ഭയങ്കര ഡസ്റ്റ് ആയിരിക്കും. അതായിരിക്കും ബേസിക്കലി സർവീസിന് വരുന്ന ആൾക്കാർ ചെയ്യുന്നത്, ക്ലീൻ ചെയ്യുന്നത്. അന്നേരമാണ് നമുക്ക് കുറേയൊക്കെ കൂളിംഗ് അൻഷുർ. ഇതെല്ലാം ചെയ്തതിനപ്പുറം നമുക്ക് കൂളിംഗ് പ്രശ്നമാണെങ്കിൽ മനസ്സിലാക്കിയാൽ ഗ്യാസിനാണ് ഇഷ്യൂ, അല്ലെങ്കിൽ ഗ്യാസ് ഡെലിവറി ചെയ്യുന്ന പൈപ്പിനാണ് ഇഷ്യൂ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു 8 മണിക്കൂറിന് ശേഷം ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ തിരിച്ച് വെക്കുക. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ പൊടി ഇതിലേക്ക് അബ്സോർബ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഞാൻ പറയാം. ഇത് കറക്റ്റായിട്ട് നമ്മൾ സൈഡിൽ ഓരോരോ ക്ലിപ്പുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചില്ല, ആ ക്ലിപ്പിൻ്റെ അകത്തോട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലൂസായി ഇളകിപ്പോൾ അതിനൊരു വശമുണ്ട്. ഒരിക്കൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും, വേറെ ഒരാളിനെ ആശ്രയിക്കേണ്ട. ഇതുപോലെ ടൈറ്റായിട്ട് ലോക്ക് ചെയ്ത് കറക്റ്റായിട്ട് ക്ലിപ്പായി വീഴും. ഞാനിപ്പോൾ ഇത് പുഷ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് തിരിച്ച് ഞാൻ പഴയതുപോലെ സ്ക്രൂ ചെയ്ത് വെക്കുന്നു. ഇതിന് ശേഷം ഇതിൻ്റെ മേൽവശവും കൂടെ ഞാൻ ഇതുപോലെ തന്നെ പഴയതുപോലെ സെറ്റ് ചെയ്ത് വെക്കും. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അതിന് നട്ട് അതിന് തന്നെ വെക്കുക. അതിനാവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം. ഇതുപോലെ ടൈറ്റ് ആക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ മേൽവശം ഇതുപോലെ സെറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ആ ക്ലിപ്പ് ഹോൾസിലേക്ക് ദയവായി നമ്മൾ ശ്രദ്ധിച്ച് അതിലേക്ക് കയറ്റുക. ഇതുപോലെ വൺസ് ക്ലീനായി ട്രാൻസ്പെറൻ്റായി നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കാണാവുന്ന രീതി. ഇതാകുമ്പോൾ ഫിൽറ്റർ പെർഫെക്റ്റ്ലി ക്ലീനാണ്. ഇതിന് ശേഷം നമ്മൾ അതിൻ്റെ ആകൃതി നോക്കി ക്ലിപ്പിൻ്റെ വശം നോക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ആദ്യം ആ പച്ച ഫിൽറ്റർ അത് നമ്മൾ ദൈവത്തെ മറക്കരുത്, കാരണം അതാണ് ഒരു എക്സ്ട്രാ ലെവൽ ഓഫ് പ്യൂരിഫിക്കേഷൻ, അല്ലെങ്കിൽ എക്സ്ട്രാ ലെവൽ ഓഫ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വൺസ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മുടെ ഫിൽറ്റർ വീണ്ടും വെക്കുന്നു. അത് ശ്രദ്ധിക്കേണ്ടതെന്ന് സൂക്ഷിച്ച് വേണം. കറക്റ്റായിട്ട് അതിന് ലോക്സ് കാണും. ആ ലോക്സ് കിട്ടുന്നതനുസരിച്ച് അതിലേക്ക് ഇംപ്രിൻറ്റ് ചെയ്യുന്നത് അല്ലാതെ വേറെ ടെൻഷനുള്ള കാര്യമാണ്. ഇത് കൂടാതെ ഈ പോർട്ടബിൾ എ സിക്കുള്ള ഒരു ഔട്ട്ഡോർ ഇതാണ്, പൈപ്പാണ്. ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ബേസിക്കലി നമുക്ക് ജനലിൻ്റെ സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. അത് ലോക്കുണ്ട്, ഒരു ലോക്കുണ്ട് മേളിൽ. നിങ്ങൾക്ക് ശ്രദ്ധിച്ച ഒരു വിടവ്, ആ വിടവ് കറക്റ്റായിട്ട് അതിലേക്ക് തള്ളിക്കഴിഞ്ഞ് അത് പ്രസ്സാക്കണ്ട. മേളിൽ ആ ലോക്ക് കറക്റ്റായിട്ട് ഹോളിലേക്ക് സൂട്ടാവും. അല്ലെങ്കിൽ നമ്മളെങ്ങനെ ചെയ്താൽ ഓടിഞ്ഞ് പറഞ്ഞ് പോത്തേ ഉള്ളൂ. അപ്പോൾ ആ ഓടിയാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാത്രമല്ല ഈ കൊള്ള നമുക്ക് ഇതുപോലെ അത്യാവശ്യം ഒരു 1.5 to 2 meters നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിക്കുന്ന പോലെ ഇതുപോലെ വലിച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇതെടുത്തിട്ട് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ പുറത്തേക്ക്, ജനലിൻ്റെ പുറത്തേക്ക് ഞാൻ കുഴൽ വെച്ചു. അപ്പോൾ ഹോട്ട് എയർ പുറത്തേക്ക് പോകാനുള്ള മാർഗ്ഗമായി. ഇതാണ് നമ്മൾ ബേസിക്കലി എ സിക്കകത്ത്, ഔട്ട്ഡോർ എ സിക്കകത്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതൊന്നും ഈ പാടൊന്നുമില്ല. ബട്ട് ഇത് നമുക്ക് ഉരുട്ടിക്കൊണ്ട് നടക്കും. വാടക വീട്ടുകാർക്ക് അല്ലെങ്കിൽ വാടകക്കാർക്ക് വളരെ നല്ലത്. ഇപ്പോൾ ഈ 16 amps പ്ലഗ് ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നു. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഓണാക്കിയതിന് ശേഷം ഇപ്പം എ സി ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മേളിൽ ഈ ടച്ച് ബട്ടൺസ് ആണ്. കുറേ സെറ്റിങ്സും എല്ലാം ഉണ്ട്. ഹോട്ട്, കോൾഡ്, ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് എല്ലാം ഇത്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇത് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, താഴത്തെ ആ വെൻറ്റ് ഓപ്പൺ ആകുന്നതാണ്. എല്ലാ എ സിയുടെ മാതിരി ഓൺ ചെയ്യുമ്പോൾ ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ വെൻറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഓഫ് ചെയ്യുമ്പോൾ ഇത് ക്ലോസ് ആയി പഴയ രീതിയിലേക്ക് ഇത് ചെയ്യും. ഇതിന് കൂടെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ റിമോട്ടും കൂടെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ റിമോട്ടിനകത്തിടാനായിട്ട് AAA AA ബാറ്ററീസ് ഉണ്ട്. ഇതിന് പല മോഡും സിമിലർ ടു ഈ എ സിയുടെ മേളിലുള്ള ആ സ്വിച്ചിൻ്റെ അത്രയും പ്രോഗ്രാമിങ്ങും മോഡ്സും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതുപോലെ ഞാനിത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിനകത്ത് ഓരോ സ്വിങ് ഞാൻ ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്താൽ കാണിക്കും. ഇത് വളരെ സിമ്പിളാണ്. മാത്രമല്ല നമുക്ക് ഈ വേറൊരാളെ ആശ്രയിക്കേണ്ടി വരത്തില്ല. വാടകക്കാർക്കാണ് ഈ ഹോൾ അടിക്കുന്ന ഭിത്തിയുടെ ഭംഗിയൊന്നും പോകത്തില്ല. വളരെ സിമ്പിളായിട്ട് നമുക്കിത് വെക്കാം. ആരും കണ്ടാലും ഇതൊരു എ സി ആണെന്ന് പറയത്തില്ല, കണ്ട ഒരു കൂളറായിട്ട് തോന്നത്തുള്ളൂ. അതുപോലെ എഫക്റ്റീവാണ് ഈ ഒരു സാധനം. ഇത് 1 ton ഇതിൻ്റെ അവൈലബിലിറ്റി ഉള്ള. ഹയർ ടണ്ണേജ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ബട്ട് 1 ton തന്നെ സഫീഷ്യൻ്റ് ആണ്. 10 x 10 10 അടി x 10 അടി
റൂമിന് വേണ്ടി ഇത് ധാരാളം തികയും. എന്ന് വെച്ചാൽ ഏകദേശം 100 സ്ക്വയർ ഫീറ്റ് 100 സ്ക്വയർ ഫീറ്റിനോളം കവർ ചെയ്യാൻ പറ്റുന്ന എ സിയാണ്. മാത്രമല്ല ഇത് ഞാനിപ്പോൾ അടുത്തേക്ക് ബ്ലൂ സ്റ്റാറിൻ്റെ ആണ് വളരെ എഫക്റ്റീവ് ആയൊരു സാധനം. ഇപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ ഓസിലേഷൻ. വെൻ്റ് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു, തന്നെ ഇത് സ്വിങ് ചെയ്യാറുണ്ട്. ഈ സ്വിങ് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് ഫ്ലോറിലേക്ക് ഇത് ചെയ്യുന്നത്, കൂളിംഗ് കിട്ടുന്നത്. ഇത് ഒരു വളരെ എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു അരമണിക്കൂർ താഴേക്ക് നമുക്ക് ആ 10x10 റൂം പെട്ടെന്ന് കൂൾ ചെയ്യാൻ തന്നെ പറ്റും. മാത്രമല്ല ഈ ചൂട് സമയത്ത് വളരെ എഫക്റ്റീവായ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഇത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിന് ഇത് ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് കേർട്ടൻസ് ഞാൻ ബേസിക്കലി കാണിക്കും. കാരണം ഒരു എൻക്ലോസ്ഡ് ഏരിയയിലാണ് പെട്ടെന്ന് കൂളിംഗ് കിട്ടും. ഇതിന് കുഴ നമ്മൾ പുറത്തേക്ക് വെക്കുന്നതുകൊണ്ട് നമ്മൾ ഇപ്പം ടെമ്പററി ആയിട്ടാണ് ഇത് ക്ലോസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് ക്ലിപ്പ് വെച്ചിട്ടാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കും ഇത് ഇതുപോലെ തന്നെ എഫക്റ്റീവായിട്ട് ക്ലോസ്ഡ് റൂം ആക്കാം. എ സിയുടെ ബാക്ക് സൈഡ് ഒരു കാരണവശാലും ക്ലോസ് ചെയ്യാൻ പാടില്ല. കാരണം അതിൽ കൂടാണ് എയർ സർക്കിൾ, ഫ്രഷ് എയർ അകത്തോട്ട് വരുന്നത്. ആ കുഴലിൽ കൂടാണ് ഈ പറയുന്ന ഹോട്ട് എയർ പുറത്തേക്ക് പോകുന്നത്. ഇത് വളരെ എഫക്റ്റീവാണ്. ഇതിന് ഗുണങ്ങളും പറയുമ്പോൾ ദോഷവും പറയണമല്ലോ. ഇതിൻ്റെ ബാക്കിൽ 2 ഡ്രെയിൻ പൈപ്സ് ഉണ്ട്. അതിൽ കൂടുതലാണ് ഞാൻ കാണിച്ച പോലെ ഇതിൽ കൂടുതലാണ് ഏറ്റവും കൂടുതൽ വെള്ളം ലീക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലരും ഇത് താല്പര്യപ്പെടാത്തത്. അത് ഞാൻ വേറൊരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതെങ്ങനെ ഓവർകം ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ഇതെങ്ങനെ മേടിക്കേണ്ടതെന്നുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട്. താങ്ക് യു.